തിരുവനന്തപുരം മാറാനല്ലൂർ പഞ്ചായത്തിൽ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി ജലം പാഴാകുന്നതായി പരാതി. മാവുവിള ജംഗ്ഷനിൽ 5 ദിവസമായി പൈപ്പ് പൊട്ടിക്കിടക്കുകയാണ്. അജീഷ് ജയകുമാർ ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് വിവരങ്ങളുമായി. അജീഷ്, ഇത് പൈപ്പ് പൊട്ടിയ വിവരം, അതായത് പൈപ്പ് പൊട്ടി ജലം പാഴാകുന്നു എന്നതാണല്ലോ പ്രധാനപ്പെട്ട ഒരു ആക്ഷേപം മാറാനല്ലൂർ പഞ്ചായത്തിൽ നിന്ന് ഉയരുന്നത്. ഇതിൽ ഒരു നടപടിയും പിന്നീട് ഉണ്ടായിട്ടില്ല എന്നതാണോ? 5 ദിവസം കഴിഞ്ഞിട്ടും ഈ പൈപ്പ് നേരെയാക്കാനുള്ള ഒരു നടപടിയും ഉണ്ടായില്ല എന്നാണോ നാട്ടുകാർ പറയുന്നത്? എന്താണ് അവിടുത്തെ സാഹചര്യം? തിരുവനന്തപുരം മാറനല്ലൂർ മാവുവിള ജംഗ്ഷനിലാണ് പഞ്ചായത്തിന്റെ കുടിവെള്ള പൈപ്പ് ലൈൻ പൊട്ടി കുടിവെള്ളം ചോർന്നത്, പാഴാകുന്നത്. കഴിഞ്ഞ 5 ദിവസമായി നാട്ടുകാർ ഇവിടെ വലിയ ദുരിതത്തിലാണ്. ഇപ്പോൾ കാണുന്നത് ഇത് തോടല്ല, ഈ കുടിവെള്ള പൈപ്പ് ലൈൻ പൊട്ടിയതിനു ശേഷം വെള്ളം പമ്പ് ചെയ്യുമ്പോൾ ആ ചോർന്നൊലിക്കുന്ന വെള്ളം തോട് പോലെ ഒഴുകുന്നതാണ്. ഇവിടെ ഏതാണ്ട് 100-300 വീടുകളുള്ള പ്രദേശമാണ്. ചേച്ചി, ഈ ഭാഗത്തൊക്കെ വെള്ളമുണ്ടോ? 4-5 ദിവസമായിട്ട്? ഇന്ന് 4-5 ദിവസമായി വെള്ളമില്ല. പിള്ളേരെയൊന്നും സ്കൂളിൽ വിടാൻ കഴിയാതെ, കുടിക്കാൻ പോലും കുടത്തിൽ പോലും ഒരു തുള്ളി വെള്ളമില്ലാതെ ഞങ്ങൾ ഇന്ന് രാവിലെ വിഷമിച്ചിരിക്കുന്നു. എന്റെ മോനോടെ ഞാൻ പറഞ്ഞു, ഈ ഓടയിൽ കൂടി വിടുന്ന വെള്ളം വീടുകളിൽ എന്ത് കൊടുത്തുവിടാത്തതെന്ന് പറയുണ്ടായി. അങ്ങനെ ഞങ്ങൾക്ക് വളരെ ദുഃഖത്തിലാണ് ഞങ്ങളായിരിക്കുന്നത്. കോരി കുടിക്കാൻ വേറെ ഒരു വഴിയും ഇല്ല. രാവിലേക്ക് എന്താ ചെയ്യണം വെള്ളമില്ലാതെ? രാവിലെ വെള്ളമില്ലാതെ വളരെ ബുദ്ധിമുട്ട്. എവിടെയെല്ലാം പോവേണ്ടി വരുന്നു, അതൊന്നും ഞങ്ങൾക്ക് കഴിയില്ല. ഈ വയസ്സായ കാലത്ത് ഞങ്ങൾ എങ്ങോട്ട് ഓടും ഈ വെള്ളത്തിനെന്നും പറഞ്ഞു. ഇപ്പം ഫലപ്രദമില്ലാതാകുന്നു ഈ പോകുന്നത്. ഈ വെള്ളം പാഴായി പോവുകയാണ്. ചേട്ടാ, എത്ര ദിവസമായി ഇത് പൊട്ടിയിട്ട്? 4 ദിവസം കൊണ്ട് വെള്ളമില്ല. നമുക്ക് പൈപ്പ് വെള്ളം ഇല്ലാത്തതുകൊണ്ടാണ്. നമുക്ക് ആ വെള്ളമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അത് നമ്മളെ പോലെ വെള്ളവർക്ക് ഉപയോഗിക്കാനുള്ള വെള്ളമുണ്ട്. അത് കിട്ടാത്തതുകൊണ്ടാണ് ഈ ബുദ്ധിമുട്ടായത്. റോഡ് പണി തുടങ്ങിയിട്ട് ഇപ്പൊ എത്ര ദിവസമായി? 6 ദിവസം കറക്റ്റ് പ്രോപ്പറായിട്ട് വെള്ളം 5 ദിവസമായിട്ടുണ്ട്. കാരണം 5 ദിവസമായിട്ട് കാരണം ഇവിടെ പല വീടുകളും കിണറുകളില്ല. കാരണം പല വീട് ആശ്രയിച്ചാണ് പലരും താമസിക്കുന്നത്. കാരണം രണ്ട് കുഞ്ഞുങ്ങളും ഒരു ഭാര്യയും താമസിക്കുന്നതാണ്. അതുകൊണ്ട് കിണറില്ല ഞങ്ങൾക്ക്. ഞങ്ങൾ വെള്ളം ഒരുപാട് ദൂരപ്പാണ് വെള്ളം എടുക്കുന്നത്. പക്ഷേ ഇത് ഇന്ന് റെഗുലറായിട്ട് പറ്റില്ല. ഞങ്ങൾ വിളിക്കുമ്പോൾ എല്ലാം പറയാണ് ആ ചെയ്ത ആൾക്കാർ ഇത് പറയുക. വാട്ടർ അതോറിറ്റി ഇങ്ങനെ പറയാം. വാട്ടർ അതോറിറ്റി അവരെ വിളിച്ചിരുന്നു. അവരുടെ അധികാരപ്പെട്ട ആൾക്കാർ സംസാരിച്ചു. അവര് പറയുന്നത് വേണം ഇപ്പോഴും ഇവിടെ വിളിച്ചു തരാം, റെക്കഗ്നൈസ് ചെയ്യുമ്പോൾ അവർ പറഞ്ഞ ആ ചെയ്ത ആൾക്കാരുടെ മെയിൻറ്റെയിൻ പറയുക. വാട്ടർ അതോറിറ്റി ആൾക്കാരുടെ പണി ഇപ്പോഴും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇന്നിപ്പോഴും അവസാനം വിളിച്ച് പറഞ്ഞ ആളെ വിട്ടിട്ടുണ്ട്. ചില പ്രായമായ ആളുകളൊക്കെ ഉണ്ട്. വീട്ടിൽ വെള്ളമൊക്കെ ഉണ്ടോ? ഇല്ല, 3-4 ദിവസത്തെ വെള്ളമില്ല. നമ്മൾ കിണർ ഇല്ലാതായി കിടക്കുന്നു. അതുകൊണ്ട് കിണറൊക്കെ ഇറക്കണമെങ്കിൽ 10,000-2,000 രൂപ വേണം. ഇതാണ് ഇപ്പോൾ ഇതിൽ കേൾക്കുന്നത്. ഇത് വാട്ടർ അതോറിറ്റി നമ്പറിൽ വിളിക്കുമ്പോഴാണ് ഇത്ര കേൾക്കുള്ളൂ. അവരാരും എടുക്കത്തില്ല. എന്തായാലും നാട്ടുകാർക്ക് വലിയ ആക്ഷേപമുണ്ട്. അത് ഉടൻ തന്നെ പരിഹരിക്കണമെന്നാണ് നമ്മുടെ ആവശ്യം. മാവുവിളയിൽ നിന്ന് വിപിൻ വേളിക്കൊപ്പം അജീഷ് ജയകുമാർ, 24. ഇത് തിരുവനന്തപുരത്തെ മാറനല്ലൂരിൽ മാവുവിളയിൽ നിന്നാണ് ഞങ്ങളുടെ പ്രതിനിധി ഈ റിപ്പോർട്ട്, അജീഷ് ജയകുമാർ ഈ റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ളത്. അവിടുത്തെ ജനങ്ങൾക്ക് 3-4 ദിവസമായി കുടിവെള്ളമില്ല. പൈപ്പ് പൊട്ടി വെള്ളം ഓടയിലൂടെ മലിനജലം ഒഴുകുന്നത് പോലെ ശുദ്ധജലം ഒഴുകിപ്പോവുകയാണ്. വാട്ടർ അതോറിറ്റി ജീവനക്കാരെ വിളിച്ചിട്ട് അവർ ഫോൺ എടുക്കുന്നില്ല, അവർ അതിനോട് പ്രതികരിച്ചിട്ടില്ല. പ്രശ്നം എങ്ങനെ പരിഹരിക്കുമെന്നറിയാതെ നാട്ടുകാർ നിൽക്കുകയാണ്. കുടിവെള്ളമില്ലാത്ത ഘട്ടത്തിൽ ഇത്തരം കാര്യങ്ങൾ, ഈ ക്രൂരത എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന ചോദ്യമുണ്ട്. ഇത് മതിയായ ഒരു നടപടി ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ലെങ്കിൽ അത് ജലവിഭവ മന്ത്രിയുടെ ഒക്കെ ശ്രദ്ധയിലേക്ക് നമ്മൾ ഈ കാര്യം കൊണ്ടുവരും. ഇതിൽ ഉടൻ തന്നെ നടപടി ഉണ്ടാകേണ്ടതാണ്. അതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ 24 നടത്തും. ഈ പ്രശ്നം അജീഷ് ജയകുമാറാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് തിരുവനന്തപുരത്ത്.